ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ഏറ്റുപറച്ചിൽ വളരെ വിലയേറിയതാണ്. റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏറ്റുപറച്ചിൽ ഏറ്റവും വിലയേറിയതാണ്. കാരണം അബ്രഹാമും ഇസ്ഹാക്കും കൂടെ ആമേൻ മൊറിയാമലയിലേക്ക് പോകുമ്പോൾ കുഞ്ഞ് ചോദിക്കുന്ന, അപ്പാ വിറകൊണ്ട് തീയുണ്ട്, ഹോമയാഗത്തിനുള്ള ആടന്തി യഹോവ കരുതിക്കൊള്ളും. ഏറ്റുപറച്ചിലാണ് അവിടെ അത്ഭുതം നടക്കുന്നത്. കഷ്ടതയുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. വി ഹാവ് എ ഹൈ പ്രീസ്റ്റ്, ഹി ഓൾറെഡി പാസ് ത്രൂ ദ ഹെവൻ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഓ ഭാഷ ഏറ്റുപറച്ചിലിന്റെ ദൈവമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന ദൈവമുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ എനിക്കൊന്നും അറിയത്തില്ല, അയ്യോ എനിക്കിത് എന്തായി തീരുമെന്ന് പറയുന്നവർക്ക് വേണ്ടിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അസ്ഥി താഴ്വരയെ കൊണ്ട് നിർത്തിയിട്ട് പ്രവാചകനോട് ചോദിച്ചു, ഇത് ജീവിക്കുമോ? നാം പറഞ്ഞു, ഹോവേ നീ അറിയും. പുതിയ നിയമത്തിൽ നമ്മളോട് ചോദിച്ചാൽ പറയും, യേശുവിന്റെ മരണപുനരുത്ഥാനത്തിലൂടെ എല്ലാം എനിക്ക് ലഭിച്ചു. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ രോഗിയാണെങ്കിൽ രോഗം സൗഖ്യമാകും. എനിക്ക് അടുത്തൊരു വ്യക്തി എനിക്കറിയാം, സ്ട്രോക്ക് വന്നു. പക്ഷേ 3 മാസമായി അദ്ദേഹം പ്രയാസം അനുഭവിച്ചെന്നാൽ അദ്ദേഹം പുതിയൊരു വാഹനവുമായി ഓടിച്ച് ഇന്നലെ എൻ്റെ ചർച്ചിൽ വന്നു. എൻ്റെ മെമ്പറാണ്. ഞാൻ കണ്ട കാര്യം, ആ കൈ തളർന്നു പോയപ്പോഴും കാല് തളർന്നപ്പോഴും താനൊരു ശ്രമമുണ്ടായിരുന്നു. ശ്രമം വേണം കേട്ടോ. എനിക്ക് ക്യാൻസറിൻ്റെ അടിമത്തമാണേലും 4 സ്റ്റേജ് ആണേലും എനിക്ക് പുറത്തു വരണം, എനിക്ക് ചിലത് ചെയ്യാനുണ്ടെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ, യേസ് പാസ്റ്റർ ഞാൻ വീണ്ടും വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആമേൻ. രക്തസ്രാവമുള്ള സ്ത്രീ പറഞ്ഞ പോലെ ഞാൻ പോകും, തൊങ്ങല്ലെങ്കിലും തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നീ തളർന്നു പോകാൻ, നിരാശപ്പെടാൻ ഇടയാകത്തില്ല. പ്രാർത്ഥന മാത്രമല്ല, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല കാര്യമാണ്. അതിലും നിനക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഏറ്റുപറച്ചിൽ. അതേ, ഞാൻ പുറത്തു വരും. കഷ്ടതയുടെ നടുവിൽ വനാന്തരങ്ങളിൽ ഗുഹാമുഖങ്ങളിൽ ദാവീദ് വിളിച്ചു പറഞ്ഞു, ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരെ അളക്കും. ഗിലിയാദ് എനിക്കുള്ളത്, മനുഷ്യ എനിക്കുള്ളത്. എഫ്രൈമിന്റെ തലക്കോരി യഹൂദന് ചെങ്കോൽ, മോവാബ് എനിക്ക് കഴുകാനുള്ള വട്ടക. ഞാൻ ഫിലിസ്തീന്മേൽ ജയഘോഷം കൊള്ളും. ആ കഷ്ടയുടെ നടുവിൽ വിളിച്ചു പറയണം, ദൈവം എന്നെ ഉപയോഗിക്കും. ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, ഭൂമിടറ്റത്തോളം ദൈവം എന്നെ ഉപയോഗിക്കും. ആമേൻ. ഞാൻ വിളിച്ചു പറയും, ആമേൻ. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ അവൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും, വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. നീ വിളിച്ചു പറഞ്ഞാൽ ഒരു കോവിഡിനോ ഒരു രോഗത്തിനോ ഒരു പ്രതിസന്ധിക്കോ നിന്നെ മാറ്റാൻ കഴിയത്തില്ല. ദീർഘായുസ്സുകൊണ്ട് നിന്നെ ദൈവം തൃപ്തി വരുത്തിയിരിക്കുന്നെന്ന്. യെസ്, ഗോഡ് സാറ്റ്സ് മീ വിത്ത് ലോങ് ലൈഫ് എന്ന് നീ പറയുമ്പോൾ ദൈവം നിന്നെ മാനിക്കും, ഉയർത്തും. മറന്നു പോകില്ലേ? നിങ്ങളുടെ ഏറ്റുപറച്ചിൽ എപ്പോഴേറ്റു പറയട്ടെ, നല്ല സാഹചര്യത്തിലല്ല, കഷ്ടതയുടെ വേദനയോടെ വിളിച്ചു പറഞ്ഞോ, അത് സംഭവിക്കാൻ പോവാണ്. ആമേൻ.